ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങളുടെ ബൈക്കിൻ്റെയോ കാറിൻ്റെയോ മൈലേജ് അകാരണമായി കുറയുന്നതായി തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ എഞ്ചിനിൽ നിന്നും മുമ്പില്ലാത്ത വിധം ഒരു വിറയലോ ശബ്ദമോ അനുഭവപ്പെടുന്നുണ്ടോ? സത്യം പറയാമല്ലോ, ഇതിൽ നിങ്ങളുടെയോ നിങ്ങളുടെ വണ്ടിയുടെയോ യാതൊരു തെറ്റുമില്ല. പ്രശ്നം നിങ്ങൾ വണ്ടിയിലടിക്കുന്ന പെട്രോളിലാണ്. കാരണം 2025 മുതൽ നമ്മൾ ഇന്ത്യക്കാർ പെട്രോൾ പമ്പുകളിൽ നിന്ന് അടിക്കുന്നത് ശുദ്ധമായ പെട്രോൾ അല്ല, മറിച്ച് 80% പെട്രോളും 20% എഥനോളും കലർന്ന E20 ഫ്യൂവലാണ്. എന്നാൽ കഥ അവിടെയും തീരുന്നില്ല. ജൂൺ 5 നമ്മുടെ പെട്രോളിയം മന്ത്രി ഡൽഹിയിൽ E85 ഫ്യൂവൽ കൂടി അവതരിപ്പിച്ചു കഴിഞ്ഞു. നിലവിൽ ഇന്ത്യയിലെ 48 പമ്പുകളിൽ ലഭ്യമായ ഇത് 2027 അവസാനത്തോടെ 5000 പമ്പുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ എഥനോളിൻ്റെ യുഗത്തിലേക്ക് പൂർണ്ണമായും കടന്നു കഴിഞ്ഞു. അതും സാധാരണക്കാരായ നമുക്ക് മുന്നിൽ മറ്റ് ഓപ്ഷനുകളൊന്നുമില്ലാതെ. ഇപ്പോൾ തന്നെ പല വാഹന ഉടമകളും പരാതിപ്പെടുന്നുണ്ട്, വണ്ടിയുടെ സ്മൂത്ത്നെസ് പോയി, മൈലേജ് ഗണ്യമായി കുറഞ്ഞു എന്നൊക്കെ. എന്നാൽ ഇതിനേക്കാളൊക്കെ ഭയപ്പെടുത്തുന്ന ചില ആരോപണങ്ങൾ കൂടി ഇതിന് പിന്നിലുണ്ട്. എഥനോൾ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വലിയ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ ഉണ്ടെന്നും അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണോ ഇത്ര തിടുക്കത്തിൽ ഈ എഥനോൾ നയം കൊണ്ടുവന്നത് എന്നും ചിലർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ വലിയ കഥയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എനർജി പ്രോജക്റ്റുകളിൽ ഒന്നാണ് ഈ എഥനോൾ മിഷൻ എന്നതിൽ യാതൊരു സംശയവുമില്ല. എങ്കിലും ഇതിന് പിന്നിലെ യഥാർത്ഥ അജണ്ടകൾ എന്തൊക്കെയാണ്? ഇത് നമ്മുടെ കൃഷിയെ എങ്ങനെ ബാധിക്കുന്നു? ഈ മാറ്റത്തിൻ്റെ വലിയൊരു വില കൊടുക്കുന്നത് നമ്മളാണോ? ഇതിനെല്ലാം അപ്പുറം നിങ്ങളെ ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം കൂടിയുണ്ട്. ഇന്ത്യയിൽ എഥനോൾ ഉൽപ്പാദനം ഇത്രത്തോളം കൂട്ടുന്നത് മഹാരാഷ്ട്ര പോലെയുള്ള ചില സ്ഥലങ്ങളിൽ വാട്ടർ വൈഫ്സ് അഥവാ ജലപത്നിമാർ എന്നൊരു അത്യന്തം സങ്കടകരമായ അവസ്ഥയിലേക്ക് ഗ്രാമങ്ങളെ എത്തിക്കുന്നുണ്ട് എന്ന് ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. വെള്ളം കോരാൻ വേണ്ടി മാത്രം ഒരാൾ ഒന്നിലധികം വിവാഹം കഴിക്കുന്ന അവസ്ഥ. അതെ, അങ്ങനെ ഒരു സംഭവം ശരിക്കും ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. എഥനോളും ഇന്ത്യയിലെ ജലപത്നിമാരും തമ്മിലുള്ള ആ ഞെട്ടിക്കുന്ന ബന്ധം എന്താണെന്ന് ഈ വീഡിയോയിൽ നമ്മൾ കൃത്യമായി പരിശോധിക്കാൻ പോവുകയാണ്. വാട്ടർ വൈഫ്സിനെ കുറിച്ചും ഗഡ്കരിക്ക് നേരെയുള്ള ആരോപണങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതിന് മുൻപ് അടുത്ത കുറച്ച് മിനിറ്റുകളിൽ നമ്മൾ ഈ വിഷയത്തിന്റെ അണിയറ രഹസ്യങ്ങൾ മുഴുവൻ പൊളിച്ചെടുക്കാൻ പോവുകയാണ്. पेट्रोल में 20% इथेनॉल ब्लेंडिंग के लक्ष्य को 2025 तक पूरा करने का संकल्प किया। ഇതിൽ ഇന്ത്യക്ക് എവിടെയാണ് വിജയിക്കാൻ കഴിഞ്ഞത്? എവിടെയാണ് സർക്കാരിന് ഗുരുതരമായ തെറ്റുകൾ പറ്റിയത്? ഇത് നിങ്ങളുടെ പോക്കറ്റിനെ എങ്ങനെ ബാധിക്കും? ഏറ്റവും പ്രധാനമായി ഈ മാറ്റങ്ങൾക്കിടയിൽ നിങ്ങളുടെ വണ്ടിയുടെ എൻജിൻ പണിമുടക്കാതെ എങ്ങനെ സംരക്ഷിക്കാം? ഇതിനെല്ലാമുള്ള കൃത്യമായ ഉത്തരങ്ങൾ ഈ വീഡിയോയിലുണ്ട്. പക്ഷേ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാമായിരിക്കും. എന്നാൽ ആദ്യമായി കേൾക്കുന്നവർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും. കാരണം ഇന്ത്യ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഈ പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അത് അത്ര നിസ്സാരവുമല്ല. ഇന്ത്യ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നറിയാമോ? പെട്രോൾ. നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ 85% നമ്മൾ വിദേശത്ത് നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം ഇതിനായി ഇന്ത്യ ചിലവാക്കിയത് ഏകദേശം $137 ബില്യൺ. അതായത് നമ്മുടെ നാട്ടിലെ കണക്കിൽ പറഞ്ഞാൽ ഏകദേശം 11 ലക്ഷം കോടി രൂപ. ഇതൊരു ചെറിയ കാര്യമല്ല. മിഡിൽ ഈസ്റ്റിൽ ഒരു ചെറിയ യുദ്ധം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ യാത്ര മുടങ്ങിയാൽ ഇന്ത്യയുടെ സാമ്പത്തിക നില പരുങ്ങലിലാകും. അതിൻ്റെ ആഘാതം നേരെ വരുന്നത് ഇന്ധനവില വർധനവിലൂടെ നിങ്ങളുടെയും എൻ്റെയും പോക്കറ്റിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോസിൽ ഫ്യൂവലുകളെ എന്നേക്കുമായി ആശ്രയിക്കാൻ നമുക്ക് കഴിയില്ല. ഇന്ത്യയുടെ ആത്യന്തിക ലക്ഷ്യം എനർജി ഇൻഡിപെൻഡൻസ് ആണ്. അതായത് ഇന്ധനത്തിനായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഇലക്ട്രിക് വാഹനം അഥവാ EVകളാണെന്ന് ലോകം മുഴുവൻ പറയുന്നുണ്ട്.
2025 ആയപ്പോഴേക്കും ഇലക്ട്രിക് ബാറ്ററികളുടെ വില കുത്തനെ ഇടിഞ്ഞ് ഒരു കിലോവാട്ട് അവറിന് വെറും $108 എന്ന നിരക്കിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു സാധാരണ പെട്രോൾ കാർ ഓടിക്കാൻ കിലോമീറ്ററിന് 6 രൂപയ്ക്ക് മുകളിൽ ചിലവാകുമ്പോൾ ഒരു ഇലക്ട്രിക് വാഹനം ഓടിക്കാൻ വെറും 1-1.5 രൂപ മാത്രമേ ചിലവാകുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ പിന്നെ എല്ലാവർക്കും EVയിലേക്ക് മാറിക്കൂടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അല്ലേ? പക്ഷേ ഒരു രാത്രി വെളുക്കുമ്പോൾ ഇന്ത്യയെ മുഴുവൻ ഇലക്ട്രിക് ആക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇന്ത്യയിൽ മാത്രം ഇന്ന് ഏകദേശം 26 കോടിയോളം ഫ്യുവൽ ഇരുചക്ര വാഹനങ്ങളുണ്ട്. ഇവയെല്ലാം ഒറ്റയടിക്ക് മാറ്റുക അസാധ്യമാണ്. പോരാത്തതിന് ഇതിനു വേണ്ട ചാർജിംഗ് സ്റ്റേഷനുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കാൻ ഇനിയും വർഷങ്ങളെടുക്കും. ഈയൊരു വലിയ ഗ്യാപ്പ് നികത്താനാണ് ഇന്ത്യ എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം പെട്ടെന്ന് വേഗത്തിലാക്കിയത്. 2000കളുടെ തുടക്കത്തിൽ തന്നെ ഈ പദ്ധതി ആരംഭിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഇത് ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. എന്നാൽ 2021 മുതൽ പെട്ടെന്ന് ഈ പ്രോജക്റ്റിന് ഒരു അസാധാരണ വേഗത കൈവന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ ട്രാക്കിലാക്കിയ എനർജി പ്രോജക്റ്റായി ഇത് മാറി. എന്തിനായിരുന്നു സർക്കാരിന് ഇത്ര ധൃതി? നമ്മളത് പരിശോധിക്കുകയാണ്. സർക്കാരിൻ്റെ വാദം വളരെ ലളിതമായിരുന്നു. എഥനോൾ കലർത്തിയ പെട്രോൾ ഉപയോഗിക്കുന്നതിലൂടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാം, വണ്ടികളിൽ നിന്നുള്ള പുക മലിനീകരണം കുറയ്ക്കാം, ഏറ്റവും പ്രധാനമായി സൗദി അറേബ്യ പോലുള്ള വിദേശ രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപ നേരെ ഇന്ത്യയിലെ കർഷകരുടെ കൈകളിലേക്ക് എത്തും. ഇതിനെല്ലാം പുറമെ ഉപഭോക്താക്കളായ നമുക്ക് കുറഞ്ഞ വിലയിൽ പെട്രോൾ കിട്ടുകയും ചെയ്യും. 60% इथेनॉल, 40% बिजली, उसका अगर एवरेज पकड़ा जाएगा तो 15 रुपए लीटर पेट्रोल का भाव होगा. जनता का भला होगा. കേൾക്കാൻ വളരെ മനോഹരമായ വാഗ്ദാനങ്ങൾ. പക്ഷേ ഈ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ എത്രയെണ്ണം യാഥാർത്ഥ്യമായി, എത്രയെണ്ണം വെറും പ്രഹസനമായി മാറി? അവിടെയാണ് കഥ മാറുന്നത്. സർക്കാർ നൽകിയ ഈ വാഗ്ദാനങ്ങളുടെ ഒക്കെ ബാക്കി പത്രം എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സത്യം പറഞ്ഞാൽ ഈ എഥനോൾ മിഷൻ ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു വിജയമായിരുന്നു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2026 ജൂണിൽ പെട്രോളിയം മന്ത്രി സർക്കാരിൻ്റെ ഔദ്യോഗിക നേട്ടങ്ങൾ പുറത്തുവിട്ടിരുന്നു. ആ കണക്കുകൾ കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. എഥനോൾ ബ്ലെൻഡിംഗ് വഴി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ ഇന്ത്യ ലാഭിച്ചത് 1.84 ലക്ഷം കോടി രൂപയാണ്. അതുമാത്രമല്ല, ഏകദേശം 909 ലക്ഷം ടൺ കാർബൺ പുറന്തള്ളുന്നത് തടയാനും അതുവഴി 1.18 ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തിക്കാനും സർക്കാരിന് കഴിഞ്ഞു. ഇതൊക്കെ വളരെ വലിയ നേട്ടങ്ങൾ തന്നെയാണ്. നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. 2030 ലക്ഷ്യമിട്ടിരുന്ന 20% എഥനോൾ ബ്ലെൻഡിംഗ് 5 വർഷം മുമ്പേ 2025 തന്നെ ഇന്ത്യ സാധിച്ചെടുത്തു. has introduced E20 petrol, adding 20% ethanol nationwide 5 years ahead of a schedule. देश की सरकार आपने बहुत अच्छे काम कर लिए, लेकिन इस चीज के लिए मैं आपको कभी भी माफ नहीं करूंगा. अभी 3,500 रुपए का कल मैंने तेल भरवाया था, लिटरली आधा हो चुका है. मेरी गाड़ी की माइलेज पहले 12 की थी, वो कम होकर 9.5 की माइलेज हो गई है. और किस वजह से? सिर्फ आपने जो E20 फ्यूल लॉन्च किया है उसकी वजह से 1 महीने में इसने एक बार भी 8 के नीचे माइलेज नहीं दिया. इधर करिए जो माइलेज देखिए 6.3. The reason is E20 petrol. പക്ഷേ അമിത വേഗതയിലുള്ള ഈ നേട്ടം തന്നെയാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്കും കാരണമായിരിക്കുന്നത്. ഇത്രയും വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടും സാധാരണക്കാരായ നമ്മൾ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്? ഇന്ത്യയുടെ പ്രധാന പോളിസി മേക്കർമാരായ, അതായത് നമ്മുടെ കേന്ദ്ര സർക്കാരിന് വലിയ വലിയ പദ്ധതികളും നിയമങ്ങളുമൊക്കെ പ്ലാൻ ചെയ്ത് കൊടുക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ബുദ്ധി കേന്ദ്രമായ നീതി ആയോഗ് തന്നെ മുൻകൂട്ടി കണ്ട ചില വലിയ പ്രശ്നങ്ങളുണ്ട്. എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ ചിലവ് വളരെ കുറവായതുകൊണ്ടും ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ രാജ്യം വലിയൊരു തുക ലാഭിക്കുന്നത് കൊണ്ടും എഥനോൾ കലർത്തിയ ഈ പുതിയ പെട്രോളിന് സാധാരണ പെട്രോളിനേക്കാൾ വില കുറച്ച് ജനങ്ങൾക്ക് നൽകണമെന്ന് ഈ നീതി ആയോഗ് സർക്കാരിനോട് കൃത്യമായി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അതുമാത്രം സംഭവിച്ചില്ല. ഉദാഹരണത്തിന്, ഡൽഹിയിൽ E20 പെട്രോളിന് ഏകദേശം 103 രൂപയാണ് വില. അതായത് സാധാരണ പെട്രോളിൻ്റെ അതേ വില. നമ്മൾ സാധാരണ പെട്രോളിൻ്റെ അതേ കാശ് കൊടുക്കുന്നു, എന്നാൽ നമുക്ക് ലഭിക്കുന്നതോ പഴയതിനേക്കാൾ കുറഞ്ഞ മൈലേജും. സർക്കാരിന് കോടികളുടെ ലാഭം ഉണ്ടായപ്പോൾ അതിൻ്റെ യാതൊരു സാമ്പത്തിക ഗുണവും സാധാരണക്കാരന് കിട്ടിയില്ല എന്നതാണ് ആദ്യത്തെ വലിയ വിമർശനം. രണ്ടാമത്തെയും ഏറ്റവും വലിയതുമായ പ്രശ്നം നമ്മുടെ വാഹനങ്ങളുടെ എൻജിൻ തകരാറുകളാണ്.
എഥനോളിന് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പത്തെ വലിച്ചെടുക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. നാളുകൾ കഴിയുന്തോറും ഈ ഈർപ്പം വണ്ടിക്കുള്ളിലെ മെറ്റൽ പൈപ്പുകളിൽ തുരുമ്പ് പിടിക്കാൻ കാരണമാകുന്നു. പ്രത്യേകിച്ച് പഴയ വണ്ടികളിൽ എഥനോൾ അടങ്ങിയ ഇന്ധനം ഉപയോഗിക്കാൻ പാകത്തിലല്ല പഴയ വണ്ടികളുടെ റബ്ബർ, പ്ലാസ്റ്റിക് പാർട്സുകൾ. ഇവ വളരെ വേഗം നശിച്ചു പോകാൻ ഈ പെട്രോൾ കാരണമാകുന്നു. ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതും നീതി ആയോഗ് അവരുടെ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി മൂന്നാമത്തെ പ്രശ്നം കേട്ടാൽ നിങ്ങൾ ഒന്നുകൂടി ഞെട്ടും. അത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടതാണ്. എഥനോൾ സപ്പോർട്ട് ചെയ്യാത്ത പഴയ വണ്ടികളിൽ ഈ ഇന്ധനം ഉപയോഗിച്ച് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അത് ഉടമസ്ഥന്റെ അശ്രദ്ധയായി കണക്കാക്കപ്പെടുമെന്നും ചില സാഹചര്യങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം വരെ തള്ളിക്കളഞ്ഞേക്കാം എന്നും പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയായ ICICI ലെംബാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വാഹന സാന്ദ്രതയുള്ള ആളുകൾ വണ്ടികളെ ജീവനായി കൊണ്ടു നടക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇത് എത്ര വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുതിയ വണ്ടികൾ വാങ്ങാൻ വലിയ വില കൊടുക്കേണ്ടി വരുന്ന, ഉള്ള വണ്ടികൾ കൃത്യമായി മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടു നടക്കുന്ന മലയാളിക്ക് എൻജിൻ കംപ്ലൈൻറ്റ് കാരണം ലക്ഷങ്ങളുടെ പണി കിട്ടുകയും ഇൻഷുറൻസ് കമ്പനികൾ കൂടി കൈമലർത്തുകയും ചെയ്താൽ നമ്മുടെ അവസ്ഥ എന്താകും? നമുക്ക് പെട്രോൾ പമ്പിൽ പോകുമ്പോൾ വേറെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ പോട്ടെ എന്ന് വെക്കാമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് വേറെ ഓപ്ഷനുകൾ ഇല്ലല്ലോ. ഈ പെട്രോൾ അടിച്ചല്ലേ മതിയാകൂ. സത്യത്തിൽ 2026 ഏപ്രിൽ 1 മുതൽ E20 പെട്രോൾ ഇന്ത്യയിലുടനീളം സ്റ്റാൻഡേർഡായി മാറിക്കഴിഞ്ഞു. അതായത് സാധാരണ പെട്രോൾ വേണമെന്ന് വെച്ചാൽ പോലും അത് കിട്ടാത്ത അവസ്ഥ. വളരെ വ്യക്തമായി പറഞ്ഞാൽ യാതൊരു മുന്നൊരുക്കങ്ങളോ മറ്റു മാർഗങ്ങളോ ഇല്ലാതെ ജനങ്ങളെ ഈ എഥനോൾ മാറ്റത്തിലേക്ക് നിർബന്ധിതമായി തള്ളിവിടുകയായിരുന്നു. ഇവിടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറഞ്ഞപ്പോൾ സർക്കാരിന് വലിയ ലാഭമുണ്ടായി. പക്ഷേ വണ്ടിക്ക് കേടുപാടുകൾ സംഭവിച്ച സാധാരണക്കാരന് എന്ത് കിട്ടി? ഇതിനും സർക്കാരിൻ്റെ പക്കൽ ഒരു മറുപടിയുണ്ട്. സർക്കാരിന് ഇത്രയും ലാഭം ഉണ്ടായിട്ടും സാധാരണക്കാരന് എന്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് എക്സൈസ് ഡ്യൂട്ടി കുറച്ചു എന്നാണ്. ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ നികുതി വരുമാനം സർക്കാർ ഇതിനു വേണ്ടി വേണ്ടെന്ന് വെച്ചു എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഒറ്റനോട്ടത്തിൽ ഇത് കേൾക്കുമ്പോൾ വാവ്, സർക്കാർ വലിയൊരു ത്യാഗം ചെയ്തല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ അതിൻ്റെ വലിയ ചിത്രം പരിശോധിച്ചാൽ അവിടെ മറ്റൊരു കഥയാണ് കാണാൻ കഴിയുക. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ ഇന്ധനവില എങ്ങനെയാണ് മാറിയത് എന്ന് നമുക്ക് നോക്കാം. 2013 ക്രൂഡ് ഓയിലിന് ബാരലിന് ഏകദേശം $105 ആയിരുന്നു വില. അന്ന് ഇന്ത്യയിൽ പെട്രോൾ വിറ്റിരുന്നത് ലിറ്ററിന് 70 രൂപയ്ക്കാണ്. അതിൽ സർക്കാർ ഈടാക്കിയിരുന്ന എക്സൈസ് ഡ്യൂട്ടി വെറും 10 രൂപയാണ്. 2014-15 ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞു, ഏതാണ്ട് പകുതിയോളമായി കുറഞ്ഞു. പക്ഷേ ഇന്ത്യയിലെ പെട്രോൾ പമ്പുകളിൽ അതിൻ്റെ യാതൊരു കുറവും ജനങ്ങൾക്ക് കിട്ടിയില്ല. 2020 ക്രൂഡ് ഓയിൽ വില വീണ്ടും വലിയ രീതിയിൽ താഴേക്ക് പോയി. അപ്പോഴും ജനങ്ങൾക്ക് വലിയ ആശ്വാസമൊന്നും ലഭിച്ചില്ല. ഇന്ന് 2026 ഇന്ന് ക്രൂഡ് ഓയിൽ വില പഴയ ആ വലിയ നിരക്കുകളേക്കാൾ എത്രയോ താഴെയാണ്. എന്നിട്ടും പെട്രോൾ വില റെക്കോർഡ് ഉയരത്തിൽ തന്നെ നിൽക്കുന്നു. ഇറക്കുമതി ചിലവുകൾ, സർക്കാരിൻ്റെ മറ്റ് ചിലവുകൾ, ക്ഷേമ പദ്ധതികൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് പലരും ഈ വിലയെ ന്യായീകരിക്കുന്നത്. പക്ഷേ വിമർശകർ ചോദിക്കുന്നത് വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്നായ കുറഞ്ഞ ചിലവിലുള്ള ഇന്ധനം എന്നത് ഇവിടെ സൗകര്യപൂർവ്വം മറന്നു കളയുകയല്ലേ ചെയ്തത്? പോരാത്തതിന് നികുതി കുറച്ചു എന്ന് പറഞ്ഞ് സർക്കാർ കാണിക്കുന്ന ഈ ത്യാഗം ആദ്യം ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് തന്നെ പിഴിഞ്ഞെടുക്കുന്ന പണമല്ലേ? ജനങ്ങളിൽ നിന്ന് വാങ്ങിയ ഈ നികുതി പണം എവിടെയാണ് ചിലവാക്കിയത് എന്നതിന് ഇന്നും കൃത്യമായ കണക്കുകളില്ല. ഈ സുതാര്യതയില്ലായ്മ ജനങ്ങൾക്കിടയിൽ സർക്കാരിലുള്ള വിശ്വാസം കുറച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇന്ത്യയുടെ ഈ എഥനോൾ പ്രോഗ്രാം ഇത്ര വേഗത്തിൽ നടപ്പിലാക്കാൻ പെട്രോളിയം മന്ത്രാലയത്തിന് പുറമെ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചത് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ്. 2030 നടപ്പിലാക്കേണ്ട E20 പെട്രോൾ 2025 മാറ്റിയതിൻ്റെ ക്രെഡിറ്റ് പലരും അദ്ദേഹത്തിനാണ് നൽകുന്നത്. ഇതിനെ അദ്ദേഹത്തിൻ്റെ വലിയൊരു വിഷനായി കാണണോ അതോ അമിതമായ ആവേശമായി കാണണോ എന്നത് നിങ്ങളുടെ കാഴ്ചപ്പാട് പോലെ ഇരിക്കും. എന്നാൽ ഇതിനു പിന്നിൽ ചില ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ കൂടി ഉയർന്നു വന്നു. എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുമായി ഗഡ്കരിയുടെ കുടുംബത്തിന് ബന്ധമുണ്ട് എന്നതായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഉടമസ്ഥതയിലുള്ള സിയാൻ ആഗ്രോ എന്ന കമ്പനി എഥനോൾ സപ്ലൈ ചെയ്യുന്നുണ്ടെന്നും 2024 ജൂണിൽ ഏകദേശം 18 കോടി രൂപ മാത്രം വരുമാനമുണ്ടായിരുന്ന ഈ കമ്പനി വെറും 1 വർഷം കൊണ്ട് 523 കോടി രൂപയുടെ വരുമാനത്തിലേക്ക് കുതിച്ചുയർന്നു എന്നും റിപ്പോർട്ടുകൾ വന്നു.
അവരുടെ ഷെയർ പ്രൈസ് 2000% ഉയർന്നത്. ഇത്ര പെട്ടെന്നുള്ള ഈ വളർച്ച സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ ഉണ്ടാക്കി. എന്നാൽ ഗഡ്കരി ഈ ആരോപണങ്ങളെ ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആകെ എഥനോൾ സപ്ലൈയുടെ 0.5%, 0.5% താഴെ മാത്രമാണ് തൻ്റെ മകൻ്റെ കമ്പനി നൽകുന്നതെന്നും ആരിൽ നിന്ന് എഥനോൾ വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് പെട്രോളിയം മന്ത്രാലയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതുവരെ ഒരു ഔദ്യോഗിക അന്വേഷണവും ഇതിൽ നിയമലംഘനം നടന്നിട്ടുള്ളതായി കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ മറ്റ് കാരണങ്ങളും ഉണ്ടാവാം. പക്ഷേ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത് അഴിമതിയാണെന്ന് സംശയിക്കുന്നത്? കാരണം സുതാര്യതയില്ല. ഇത്തരം സാഹചര്യങ്ങളെ സ്വതന്ത്രമായി അന്വേഷിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സംശയം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. E20 പെട്രോളിൻ്റെ സുരക്ഷയെക്കുറിച്ച് ആട്ടോമേറ്റീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ നടത്തിയ പഠന റിപ്പോർട്ടുകൾ കാണണമെന്നാവശ്യപ്പെട്ട് ഒരു പൗരൻ വിവരാവകാശ നിയമപ്രകാരം RT അപേക്ഷ നൽകി. എന്നാൽ എന്തായിരുന്നു ഫലം? ആ റിപ്പോർട്ടുകൾ കോൺഫിഡൻഷ്യൽ ആയ കൊമേഴ്ഷ്യൽ വിവരങ്ങളാണെന്ന് പറഞ്ഞ് സർക്കാർ ആ അപേക്ഷ തള്ളിക്കളഞ്ഞു. എന്തിനാണ് ഈ വിവരങ്ങൾ മറച്ചു വെക്കുന്നത്? ജനങ്ങളുടെ വിശ്വാസം ഒറ്റയടിക്ക് ഇല്ലാതാവില്ല. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതും പോളിസികളെ വിമർശിക്കുന്നതും ഒരിക്കലും രാജ്യദ്രോഹവുമല്ല. അതൊരു ആരോഗ്യകരമായ ജനാധിപത്യത്തിൻ്റെ ലക്ഷണമാണ്. എന്തായാലും സർക്കാർ പുറകോട്ട് പോകാൻ തയ്യാറല്ല. E20യിൽ നിന്ന് E22, E27, E30 എന്നിങ്ങനെ എഥനോളിൻ്റെ അളവ് കൂട്ടി പുതിയ പെട്രോളുകൾ വരികയാണ്. E85 ഇതിനോടകം വന്നു കഴിഞ്ഞു. പൂർണ്ണമായും എഥനോൾ ഉപയോഗിക്കുന്ന E100 സർക്കാരിൻ്റെ പരിഗണനയിലാണ്. ഡീസലിന് പകരമായി ഐസോബ്യൂട്ടനോൾ കൊണ്ടുവരാനും ഗവേഷണങ്ങൾ നടക്കുന്നു. ഈ മാറ്റങ്ങൾ നമ്മുടെ എഞ്ചിനെ തകർക്കുമ്പോൾ മറുവശത്ത് ഇത് നമ്മുടെ കൃഷിയെയും ഗ്രാമങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു? അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഞെട്ടിക്കുന്ന വാട്ടർ വൈവ്സ് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്ന 3ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. എഥനോൾ ഉപയോഗത്തിൽ മുൻപന്തിയിലുള്ള ബ്രസീലിന് 25% എഥനോൾ ബ്ലെൻഡിങ്ങിൽ എത്താൻ പതിറ്റാണ്ടുകൾ തന്നെ വേണ്ടി വന്നു. ഇനി അമേരിക്കയുടെ കാര്യം എടുത്താലോ? അവർ വർഷങ്ങളായി ഏകദേശം 10% ബ്ലെൻഡിങ്ങിൽ തന്നെ തുടരുകയാണ്. എന്നാൽ ഇവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ ഇതിലേക്ക് കുതിച്ചെത്തിയത് അസാമാന്യ വേഗതയിലാണ്. പക്ഷേ ഈ അമിത വേഗത വലിയൊരു അപകടത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പല വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. വണ്ടിയുടെ മൈലേജിനെ കുറിച്ചും പെട്രോൾ വിലയെക്കുറിച്ചും സംസാരിക്കുന്ന നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ ഭയാനകമായ മറ്റൊരു വശമുണ്ട് ഇതിന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ എഥനോൾ എന്ന് പറയുന്നത് ഫാക്ടറികളിൽ വെറുതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുണ്ടാക്കുന്നത് കാർഷിക വിളകളിൽ നിന്നാണ്. അതായത് കൂടുതൽ എഥനോൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ കൃഷിസ്ഥലം വേണം. അതിന് വൻതോതിൽ ജലസേചനം വേണം. ചുരുക്കി പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം വേണം. ഇന്നത്തെ ഈ എനർജി പോളിസി നാളത്തെ നമ്മുടെ കൃഷിയെയും പ്രകൃതിയെയും എങ്ങനെ നശിപ്പിക്കുമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങളാണ്. എഥനോൾ പദ്ധതി തുടങ്ങിയപ്പോൾ സർക്കാർ പറഞ്ഞിരുന്ന ഒരു വലിയ വാഗ്ദാനം ഉണ്ടായിരുന്നു. കേൾക്കാൻ വളരെ മനോഹരമായ ഒരു ഐഡിയ. അതായത് കർഷകർ കൊയ്ത്ത് കഴിഞ്ഞ് പാടത്ത് വെറുതെ കത്തിച്ചു കളയുന്ന വൈക്കോൽ പോലെയുള്ള കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്നാകും സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ 2G എഥനോൾ നമ്മൾ കൂടുതലും ഉണ്ടാക്കുക എന്നായിരുന്നു വാഗ്ദാനം. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും തോന്നി വളരെ മികച്ചൊരു തീരുമാനമാണല്ലോ എന്ന്. കാരണം ഇതിനു വേണ്ടി കൂടുതൽ കൃഷിസ്ഥലമോ വെള്ളമോ ആവശ്യമില്ല. മാത്രമല്ല അനാവശ്യമായി വൈക്കോൽ കത്തിക്കുന്നത് വഴിയുള്ള വായു മലിനീകരണം ഒഴിവാകുകയും ചെയ്യും. ഒരൊറ്റ വെടിക്ക് 2 പക്ഷി. പക്ഷേ യാഥാർത്ഥ്യം എന്തായിരുന്നു? ഈ സ്വപ്നം കടലാസിൽ മാത്രമായി ഒതുങ്ങി. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2G എഥനോൾ പ്ലാന്റായ ഹരിയാനയിലെ പാനിപ്പത്ത് പ്ലാന്റ് പ്രതീക്ഷിച്ചതിൻ്റെ എത്രയോ താഴെയാണ് ഇന്നും പ്രവർത്തിക്കുന്നത്. നമ്മൾ 20% ബ്ലെൻഡിങ് എന്ന വലിയ ലക്ഷ്യം കൈവരിച്ചെങ്കിലും അതിൽ ഈ പറയുന്ന കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്നുള്ള എഥനോളിൻ്റെ പങ്ക് വളരെ തുച്ഛമാണ്. അങ്ങനെയെങ്കിൽ പിന്നെ ഇന്ത്യക്ക് ഇത്രയും എഥനോൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? അവിടെയാണ് ഈ കഥയിലെ യഥാർത്ഥ വില്ലൻ ഒളിച്ചിരിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന എഥനോളിൻ്റെ ഏകദേശം 70% വരുന്നത് ചോളം, കേടായ അരി പോലെയുള്ള ഭക്ഷ്യധാന്യങ്ങളിൽ നിന്നാണ്. ബാക്കി വരുന്ന 30% വരുന്നത് കരിമ്പിൽ നിന്നും. ഇതിൽ തുടക്കം മുതൽ ഇന്ത്യയുടെ എഥനോൾ മിഷന്റെ നട്ടെല്ലായിരുന്നത് കരിമ്പാണ്. പക്ഷെ ഇവിടെയാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി. കരിമ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായി വെള്ളം വലിച്ചെടുക്കുന്ന ഒരു കൃഷിയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? വെറും 1 ലിറ്റർ എഥനോൾ കരിമ്പിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഏകദേശം 3500 ലിറ്ററിലധികം വെള്ളമാണ് ആവശ്യമായി വരുന്നത്. അതെ, 3500 ലിറ്റർ. എന്നാൽ ഇതിലും ഭയാനകമായ കാര്യം എന്താണെന്നോ? ഇന്ത്യയിൽ ഈ കരിമ്പ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ്. ഭൂഗർഭജലം വറ്റി വരണ്ട്
കുടിക്കാൻ പോലും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന പ്രദേശങ്ങളാണ് ഇവയൊക്കെ എന്നത് ഓർക്കണം. എഥനോളിൻ്റെ കാര്യത്തിൽ ഇന്ത്യയെ പലപ്പോഴും ബ്രസീലുമായി ചിലർ താരതമ്യം ചെയ്യാറുണ്ട്. പക്ഷേ അവിടെ ഒരു വലിയ വ്യത്യാസമുണ്ട്. ബ്രസീലിലെ കൃഷികൾ പ്രധാനമായും ആശ്രയിക്കുന്നത് അവിടുത്തെ മഴയെയാണ്. എന്നാൽ ഇന്ത്യയിലെയോ നമ്മൾ കൂടുതലായും ആശ്രയിക്കുന്നത് ഭൂമി കുഴിച്ചെടുക്കുന്ന ഭൂഗർഭ ജലത്തെയാണ്. പണ്ടേ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് വീണ്ടും കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഇത്തരത്തിൽ ഊറ്റിയെടുക്കുന്നത് ഭാവിയിൽ എത്ര വലിയൊരു ദുരന്തത്തിലേക്കാകും നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുക. ഈ ഒരു പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ടും കൂടാതെ രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമം വരാതിരിക്കാൻ വേണ്ടിയും കരിമ്പിനെ മാത്രം ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സർക്കാർ ഒരു പുതിയ ബുദ്ധി കണ്ടെത്തി. അവർ പതിയെ ചോളത്തിലേക്ക് തിരിഞ്ഞു. കാരണം കരിമ്പുണ്ടാവാൻ ഒരു വർഷം വേണമെങ്കിൽ ചോളം വെറും 3-4 മാസം കൊണ്ട് വിളവെടുക്കാം. അങ്ങനെ ഇന്നത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ എഥനോൾ ഉൽപ്പാദനത്തിന്റെ പകുതിയോളവും വരുന്നത് ചോളത്തിൽ നിന്നായി മാറി. ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സർക്കാർ ചോളത്തിലേക്ക് മാറിയെങ്കിലും അവിടെ അവർ അതിലും വലിയൊരു കെണിയിലാണ് ചെന്ന് ചാടിയത്. കാരണം കരിമ്പിനേക്കാൾ വലിയ വില്ലനായിരുന്നു ചോളം. നിങ്ങൾക്കറിയാമോ, കരിമ്പിൽ നിന്ന് 1 ലിറ്റർ എഥനോൾ ഉണ്ടാക്കാൻ 3500 ലിറ്റർ വെള്ളം മതിയെങ്കിൽ ഇതേ 1 ലിറ്റർ എഥനോൾ ചോളത്തിൽ നിന്ന് ഉണ്ടാക്കാൻ ഏകദേശം 4500 ലിറ്ററിലധികം വെള്ളമാണ് വേണ്ടത്. അതായത് പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിന് പകരം ജലചൂഷണം ഇരട്ടിയാവുകയാണ് ചെയ്തത്. കൂടാതെ എഥനോളിന് വേണ്ടി ചോളത്തിൻ്റെ ഡിമാൻഡ് കൂടിയതോടെ അതിന് പൊള്ളുന്ന വിലയായി. 1 ടണ്ണിന് 15,000 രൂപയുണ്ടായിരുന്ന ചോളത്തിൻ്റെ വില 25,000 രൂപയായി കുതിച്ചുയർന്നു. ഒരു കാലത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് ചോളം കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇന്ന് പുറത്തുനിന്ന് ചോളം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നഷ്ടമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇവിടെയാണ് നിങ്ങൾക്ക് നേരിട്ടൊരു വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചോളത്തിൻ്റെ ഏകദേശം 60% ഉപയോഗിച്ചിരുന്നത് കോഴികൾക്കും പശുക്കൾക്കും മറ്റും തീറ്റ നൽകാനായിരുന്നു. ചോളത്തിൻ്റെ വില കൂടിയതോടെ സ്വാഭാവികമായും കാലിത്തീറ്റയ്ക്കും കോഴിത്തീറ്റയ്ക്കും വില കൂടി. അതിൻ്റെ അന്തിമ ഫലമോ നിങ്ങൾ കടയിൽ പോയി വാങ്ങുന്ന കോഴി ഇറച്ചിക്കും മുട്ടയ്ക്കും പാലിനും എല്ലാം വില കുതിച്ചുയരും. പ്രശ്നം അവിടെയും തീരുന്നില്ല. ചോളം കൃഷി ചെയ്താൽ വലിയ ലാഭം കിട്ടുമെന്ന് കണ്ടതോടെ പല കർഷകരും, നമ്മൾ മലയാളികളടക്കം ഇന്ത്യക്കാർ നിത്യേന കഴിക്കുന്ന പരിപ്പ് വർഗ്ഗങ്ങളും എണ്ണക്കുരുക്കളും കൃഷി ചെയ്യുന്നത് നിർത്തി പകരം ചോളം കൃഷി ചെയ്യാൻ തുടങ്ങി. ഇത് ഭക്ഷണ സാധനങ്ങളുടെ വില വീണ്ടും കൂട്ടുകയും പാചക എണ്ണയ്ക്കായി നമ്മൾ വീണ്ടും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു. ഇത് ഏറ്റവും ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് നമ്മൾ മലയാളികളെയാണ്. കാരണം കേരളത്തിലേക്ക് ആവശ്യമുള്ള കോഴിയിറച്ചിയുടെയും മുട്ടയുടെയും പാലിൻ്റെയും വലിയൊരു പങ്കും നമ്മൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ട് എത്തിക്കുന്നത്. തമിഴ്നാട്ടിലും കർണാടകത്തിലും ചോളത്തിൻ്റെ വില കൂടി കോഴിത്തീറ്റയ്ക്കും കാലിത്തീറ്റയ്ക്കും വില കൂടുമ്പോൾ അതിൻ്റെ ഇരട്ടി ആഘാതം വന്നു വീഴുന്നത് ഓരോ മലയാളി കുടുംബത്തിൻ്റെയും അടുക്കള ബജറ്റിലേക്കാണ്. പെട്രോളിൽ എഥനോൾ കലർത്തുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരൻ്റെ ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂടുന്ന വിചിത്രമായ അവസ്ഥ. ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്വയം ആശ്രയം നേടാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് നമ്മൾ പട്ടിണിയിലേക്ക് പോവുകയാണോ എന്നൊരു വലിയ ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. ഇനി ഈ കഥയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം അതല്ല, അത് അരിയുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് റേഷൻ നൽകുന്നതിന് വേണ്ടി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCI വലിയ ഗോഡൗണുകളിൽ ധാന്യങ്ങൾ ശേഖരിച്ച് വെക്കാറുണ്ട്. എന്നാൽ ഇതിൽ നിന്നുള്ള അരി കൂടി ഇപ്പോൾ എഥനോൾ ഫാക്ടറികളിലേക്ക് കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടാൽ നിങ്ങൾ എന്തു പറയും? നമ്മൾ സാധാരണക്കാർ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി വാങ്ങുന്ന അരി വണ്ടി ഓടിക്കാൻ എഥനോൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ഇന്ന് ഇന്ത്യയിലെ ഏകദേശം 80 കോടി ജനങ്ങൾക്ക് സൗജന്യമായി നൽകുന്ന റേഷനിൽ വലിയൊരു പങ്ക് നുറുക്കരിയാണ്. എന്നാൽ ഈ അരി ജനങ്ങൾക്ക് നൽകുന്നത് കുറച്ച്. അത് എഥനോൾ കമ്പനികൾക്ക് നൽകാനുള്ള സർക്കാർ നീക്കങ്ങൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഓർക്കണം, ഈ അരി എന്ന് പറയുന്നതും അങ്ങേയറ്റം വെള്ളം വലിച്ചെടുക്കുന്ന ഒരു കൃഷി തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ അരിയുടെ കാര്യത്തിൽ ബാക്കിയുള്ള ഒരു സത്യം കൂടി പറയാം. കരിമ്പിൽ നിന്ന് എഥനോൾ ഉണ്ടാക്കാൻ 3500 ലിറ്റർ വെള്ളം വേണമെങ്കിൽ ഇതേ അരിയിൽ നിന്ന് 1 ലിറ്റർ എഥനോൾ ഉണ്ടാക്കാൻ 10,000 ലിറ്ററിലധികം വെള്ളമാണ് വേണ്ടി വരുന്നത്. ഇവിടെയാണ് എഥനോൾ പദ്ധതിയുടെ ഏറ്റവും വലിയ വില്ലനായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന ജലക്ഷാമം എന്ന ദുരന്തത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഇന്ന് ലോകത്ത് കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചോ വ്യവസായങ്ങളെക്കുറിച്ചോ എന്തിനേറെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റ സെൻറ്ററുകളെക്കുറിച്ചോ ചർച്ച ചെയ്യുമ്പോൾ അവിടെയെല്ലാം ഉയർന്നു വരുന്ന ഒരേ ഒരു പ്രതിസന്ധിയുണ്ട്: വെള്ളം. നമുക്കുള്ളത് വളരെ പരിമിതമായ ജലസ്രോതസ്സുകളാണ്.
അത് കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതായിരിക്കും. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളായ ഡൽഹി, ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ ഭൂഗർഭജലം അതിവേഗം വറ്റിപ്പോവുകയാണെന്ന് നീതി ആയോഗ് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. ഈ മുന്നറിയിപ്പുകൾ വെറും കടലാസിലല്ല, മഹാരാഷ്ട്രയിലെ ഗ്രാമങ്ങളിൽ പോയാൽ ഇതിൻ്റെ നേർചിത്രം നമുക്ക് കാണാൻ കഴിയും. മഹാരാഷ്ട്രയിലെ ഡെങ്കൻമാൽ പോലെയുള്ള ഗ്രാമങ്ങളിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം വളരെ വിചിത്രമായ ഒരു രീതി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ പുരുഷന്മാർ 2-3 വിവാഹം കഴിക്കാൻ തുടങ്ങി. ഇതൊരു ആചാരമല്ല, മറിച്ച് കുടിക്കാൻ ഇത്തിരി വെള്ളം വേണമെങ്കിൽ ചുട്ടുപൊള്ളുന്ന വെയിലിൽ കിലോമീറ്ററുകളോളം നടന്നു പോകണം. അതിനുവേണ്ടി മാത്രം, അതായത് വെള്ളം ചുമക്കാൻ വേണ്ടി മാത്രം അവർ കണ്ടെത്തിയ വഴിയാണ് ഒന്നിലധികം വിവാഹങ്ങൾ. ഇവരെയാണ് ലോകം ഇന്ന് വാട്ടർ വൈഫ്സ് അഥവാ ജലപത്നിമാർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ തെറ്റായ ജലചൂഷണം ഇനിയും തുടർന്നാൽ ഇത്തരം ദുരവസ്ഥകൾ ഇന്ത്യയുടെ മറ്റ് പല ഗ്രാമങ്ങളിലേക്കും പടരും. പെട്രോളിനും ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഇടയിലുള്ള ഒരു താൽക്കാലിക പരിഹാരമായി കൊണ്ടുവന്ന ഈ എഥനോൾ ഇന്ത്യയുടെ മുഴുവൻ കുടിവെള്ളം മുട്ടിക്കുന്ന മറ്റൊരു വലിയ ദുരന്തമായി മാറാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഇതിനൊരു പരിഹാരമില്ലേ? തീർച്ചയായും ഉണ്ട്. നമ്മുടെ പഴയ വാഹനങ്ങൾക്കൊന്നും പെട്ടെന്ന് ഈ ഇന്ധനം ഉൾക്കൊള്ളാൻ കഴിയില്ല. വണ്ടിയുടെ പാർട്സുകൾ മാറ്റാനും റീസെയിൽ വാല്യൂ കുറയാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതിൻ്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും സാധാരണക്കാരുടെ തലയിൽ കെട്ടിവെക്കുന്നതിന് പകരം സർക്കാരിന് വേണമെങ്കിൽ വണ്ടി അപ്ഗ്രേഡ് ചെയ്യാനുള്ള സബ്സിഡിയോ സാമ്പത്തിക സഹായങ്ങളോ നൽകാൻ സാധിക്കും. മറ്റൊന്ന്, തുടക്കത്തിൽ സർക്കാർ പറഞ്ഞ ആ പഴയ വാഗ്ദാനത്തിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്നതാണ്. അതായത് കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്നും 2G എഥനോൾ കൂടുതൽ ഇന്ധനം കണ്ടെത്തുക, കുടിവെള്ളവും കൃഷിസ്ഥലവും നശിപ്പിക്കുന്ന കരിമ്പിൻ്റെയും ചോളത്തിൻ്റെയും ഉപയോഗം കുറയ്ക്കുക. എന്തായാലും സർക്കാർ ഈ നിയമങ്ങൾ മാറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ വാഹന ഉടമകളായ നമുക്ക് ചില മുൻകരുതലുകൾ എടുക്കാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ പഴയ വണ്ടിക്ക് E20 പെട്രോൾ കാരണം എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടുമോ എന്ന് കമ്പനിയെ നേരിട്ട് വിളിച്ച് ചോദിക്കുക. അത് രേഖാമൂലം റിട്ടേൺ കൺഫർമേഷൻ എഴുതി വാങ്ങാൻ ശ്രമിക്കുക. രണ്ടാമതായി, നിങ്ങളുടെ വണ്ടിക്ക് എഥനോൾ കാരണം എൻജിൻ പണി വന്നിട്ടുണ്ടെങ്കിൽ ആ റിപ്പയർ ബില്ലുകൾ സൂക്ഷിച്ചു വെക്കുക. ഭാവിയിൽ എന്തെങ്കിലും കോമ്പൻസേഷൻ പ്രോഗ്രാമുകൾ വന്നാൽ അത് ഉപകാരപ്പെടും. മൂന്നാമതായി, നിങ്ങൾ ഇനി പുതിയൊരു വാഹനം വാങ്ങാൻ പോകുകയാണെങ്കിൽ ആ വാഹനം E20 സപ്പോർട്ടഡ് ആണെന്ന് ഒഫീഷ്യലായി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വാങ്ങുക. ഈ കാര്യത്തിൽ നമ്മൾ ശരിക്കും പഠിക്കേണ്ടത് ബ്രസീലിൽ നിന്നാണ്. 1990കളിൽ അവരുടെ എഥനോൾ പ്രോഗ്രാം വലിയ പ്രതിസന്ധിയിലായപ്പോൾ അവർ ഒറ്റയടിക്ക് ജനങ്ങളെ നിർബന്ധിച്ച് എഥനോളിലേക്ക് മാറ്റിയില്ല. പകരം പെട്രോളും എഥനോളും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഫ്ലെക്സ് ഫ്യൂവൽ കാറുകൾ ആദ്യം അവർ വിപണിയിൽ ഇറക്കി. പിന്നീട് എഥനോളിൻ്റെ വില കുത്തനെ അവർ അങ്ങ് കുറച്ചു. അപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? വില കുറവായതുകൊണ്ട് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ആളുകൾ എഥനോളിലേക്ക് മാറി. പക്ഷേ ഇന്ത്യ സ്വീകരിച്ചത് തികച്ചും വ്യത്യസ്തമായ ഒരു വഴിയാണ്. വണ്ടികൾ റെഡിയാകുന്നതിന് മുൻപ് തന്നെ ഇന്ധനം മാർക്കറ്റിലെത്തി. ഇന്നിത് ഉപയോഗിക്കാൻ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. എനർജി ഇൻഡിപെൻഡൻസ് അഥവാ ഇന്ധന സ്വയം പര്യാപ്തത നമുക്ക് അത്യാവശ്യമാണ്, അതിൽ സംശയമില്ല. എന്നാൽ അത് നമ്മുടെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടോ ഭക്ഷണത്തിൻ്റെ സുരക്ഷ ഇല്ലാതാക്കിക്കൊണ്ടോ ആകരുത്. നമ്മൾ സാധാരണക്കാർ ഈ മാറ്റത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ പെട്രോൾ പമ്പിൽ പോയി ഓരോ തവണ പെട്രോൾ അടിക്കുമ്പോഴും ഇതിന് പിന്നിലെ യാഥാർത്ഥ്യവും എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ കാറോ ബൈക്കോ ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. കൂടുതൽ പേർ വിവരങ്ങൾ അറിയട്ടെ. കാരണം വ്യക്തമായ അറിവുള്ള ഒരു സമൂഹത്തിന് മാത്രമേ തെറ്റായ പോളിസികളെ ചോദ്യം ചെയ്യാൻ സാധിക്കൂ. ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഇത് പ്രസന്റ് ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.